ആണ് പ്രകൃതി. മലയാളത്തിലെ വലിയ കവികളിലൊരാളായ എടശ്ശേരി ഒരു കവിത എഴുതിയിട്ടുണ്ട്, പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും എന്ന്. ഒരു മുത്തച്ഛൻ സ്കൂൾ തുറക്കുന്ന ദിവസം തൻ്റെ ചെറുമകനെ ആദ്യമായി വിദ്യാലയത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് ആ കവിതയുടെ പ്രമേയം. കവിത തുടങ്ങുമ്പോൾ മുത്തച്ഛൻ കുഞ്ഞിനോട് പറയുന്നത് ഇങ്ങനെയാണ്: നിന്നെയും കാത്തു പതിവ് പോലെ വന്നിരിപ്പുണ്ട് ഇളങ്കിളികൾ, ശ്രേഷ്ഠരവരോട് യാത്ര ചൊല്ലൂ, പേച്ചറിയുന്നവർ നിങ്ങൾ തമ്മിൽ. നിനക്ക് കിളിയുടെ വാക്കറിയാലോ, അതുകൊണ്ട് കിളിയോട് യാത്ര പറഞ്ഞു പോരൂ. അടുത്ത വരി: നീ പോയി പഠിച്ചു വരുമ്പോഴേക്കും നിങ്ങൾ അന്യോന്യം മറന്നിരിക്കും. പോയി നാം ഇത്തിരി വ്യാകരണം വായിലാക്കിയിട്ട് വരുന്നു മന്ദം, നാവിൽ നിന്ന് അപ്പാടെ പോയി കഴിഞ്ഞു നാനാജഗന്മനോ രമ്യ ഭാഷ. പഠിച്ചു വരുമ്പോൾ വാക്കുണ്ടാവില്ല. കവിത അവസാനിക്കുന്നത് 50 കൊല്ലം മുമ്പ് ആര് തമ്മിൽ കമ്പം കലർന്നു കളിമ്പമാർന്നു, പുസ്തകജ്ഞാനം അവരെ മർത്യപുത്രനും തിര്യക്കുമാക്കി മാറ്റി എന്നാണ്. 50 കൊല്ലം മുമ്പ് ഒരുമിച്ചായിരുന്നു. പഠിച്ച് നിങ്ങൾ പണ്ഡിതനായപ്പോൾ, നിങ്ങൾക്ക് വേണ്ടത്ര വിവരമായപ്പോൾ ജന്തുവും മനുഷ്യനുമായി. ഈ വിച്ഛേദം ആധുനികതയുടെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട വൈരുദ്ധ്യങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് എന്താണ് പ്രകൃതി എന്ന് ചോദിച്ചാൽ അത് നമുക്ക് പുറത്തുള്ള എന്തോ ഒന്നാണ് എന്ന് മനസ്സിലാക്കാൻ നാം പരിശീലിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ചിന്തകന്മാരിൽ ഒരാളായ റെയ്മണ്ട് വില്യംസ് അദ്ദേഹത്തിൻ്റെ കീവേഡ്സ് എന്ന പുസ്തകത്തിൽ നേച്ചർ എന്നുള്ള വാക്കിനെ കുറിച്ചുള്ള ചർച്ച ആരംഭിക്കുന്നത് പ്രകൃതി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പുറത്തുള്ള എന്തോ ഒന്നാണ് എന്നാണ് നാം പ്രാഥമികമായി മനസ്സിലാക്കുന്നത്.